കോട്ടയത്ത് അഭിഭാഷകയായ ജിസ്മോൾ പെൺകുഞ്ഞുങ്ങളുമായി ആറ്റിൽ ചാടി മരിച്ച സംഭവം ഏറെ ഞെട്ടലോടെയാണ് നമ്മളെല്ലാം തന്നെ കേട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. എന്നോടൊപ്പം ജിസ്മോളുടെ അടുത്ത സുഹൃത്തായ നിളയാണുള്ളത്. ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ജിസ്മോൾ പങ്കുവെക്കാറുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പണ്ട് തൊട്ടേ പറയാറുണ്ട്. അവൾ 2009 തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പം എല്ലാം പറഞ്ഞിരുന്നു. കല്യാണം വരെ ഞങ്ങൾ മിക്കവാറും കാണുകയും സംസാരിക്കുകയും ചെയ്യും. കല്യാണത്തിന് ശേഷവും പറ്റുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം ഒരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എറണാകുളത്ത് താമസിക്കാൻ ഹോസ്റ്റലിൽ പോയ സമയത്താണ്. അപ്പോൾ കുഞ്ഞ് മൂത്ത മോള് ജനിച്ചിട്ടുണ്ട്. മൂത്ത മോൾക്ക് പാൽ കുടിക്കുന്ന സമയമാണ്. അപ്പം ഞാനൊരു ദിവസം ഞാൻ പുറത്താണ്, എബ്രോഡാണ്. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു അവളടുത്ത്, എന്താണ് നീ മാറി നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവൾ എറണാകുളത്ത് നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ പറഞ്ഞു ഇതുപോലെ വീട്ടിൽ പ്രശ്നങ്ങളാണ്, അവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കുഞ്ഞിൻ്റെ കാര്യം അവർ നോക്കിക്കോളും, അപ്പോൾ അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ജിമ്മി എങ്ങനെയുണ്ടെന്ന്. അത് അച്ചായി അങ്ങനെ വിളിക്കും, ഏട്ടായി വിളിക്കാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, പ്രശ്നം സോൾവ് ആകും, പക്ഷെ കുറച്ച് സമയം വേണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ശരിയായിട്ട്. പിന്നെ അതാണ് അന്നത്തെ ഇൻസിഡൻറ്റ്. അപ്പോൾ അന്ന് എന്തോ കാര്യമായി സംഭവിച്ച് പുറത്താക്കിയതാണ്. പിന്നെ അതിന് ശേഷം വിളിക്കുന്നത്, ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപല്ലേ, അതായത് 2021 സമയം തൊട്ട് ഇത് സംഭവം നടക്കുന്നത്. പിന്നീട് രണ്ടാമത്തെ മോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പം ഇവൾ കരയുകയാണ്. അപ്പോൾ എല്ലാം കൂടെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾ, വീട്, അമ്മായിച്ചന് സുഖമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, അമ്മായിമ്മ എവിടെയെന്ന്. അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മക്കളോ ആരോ ഉണ്ട്, ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്, അവരെ നോക്കാൻ വേണ്ടി ലണ്ടനിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് അമ്മയില്ലാത്തതല്ലേ, എന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നല്ലോ. അത് ചേച്ചി അവർ ഭയങ്കര ഇതാണ്, എന്നെക്കൊണ്ട് ആരെക്കൊണ്ടും അവരെ മാനേജ് ചെയ്യാൻ ഒക്കത്തില്ല, പുള്ളിക്കാരിയുടെ ഒരു ഇതാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവും. അപ്പോൾ പറഞ്ഞു വേലക്കാരിയായി ഇപ്പോൾ മക്കളെ നോക്കുന്നത്, എൻ്റെ ജോലി ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ജിമ്മിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു. ജിമ്മി ഭയങ്കര സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു എന്താ പറയുക, ഒരു മാടമ്പി സ്വഭാവമാണ്. ജിമ്മി മർദ്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുള്ളതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം പിന്നീട് ഒരിക്കൽ വിളിച്ചു, ഭയങ്കര നിലവിളി. അപ്പം ഞാൻ ചോദിച്ചു എന്തിന് കരയുന്നത് നീ. അപ്പം ഞാൻ എപ്പോഴും പറയും നിനക്ക് ഒരു വക്കീലല്ലേ, നീ ഇങ്ങനെ ഒന്ന് താമസിക്കുന്നു. അപ്പോൾ ഇവള് പറഞ്ഞു ജിമ്മി അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു, എന്നിട്ട് ഇറങ്ങിപ്പോയിരിക്കുക, ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ എന്ന് തന്നെ അറിയത്തില്ല, അത്ര പ്രശ്നങ്ങളാണ്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ അപകടത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങോ തിരുവനന്തപുരത്ത് വാ, അപ്പം ഞങ്ങൾ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഇവിടോട്ട് പോകും. അപ്പോൾ പറഞ്ഞ് ചേച്ചിയുടെ അടുത്തോട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ വിടത്തൊന്നും ഇല്ലെന്നറിയാമല്ലോ. അപ്പം ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയിട്ടും ഈ പുള്ളിക്കാരൻ ഞങ്ങളോട് സംസാരിക്കുമോ, ഞങ്ങളെ കൂടത്തിൽ കൂടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ജിമ്മി എന്ന് പറയുന്ന ആൾ. അപ്പോൾ നമ്മളും അതുകൊണ്ട് കുറച്ച് അകൽച്ചയിലാണ്. അപ്പോൾ ഇവൾ പുറത്ത് വന്നിട്ടാണ് സംസാരിക്കുന്നത്, ഒരിക്കലും വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നില്ല, എപ്പോഴും പുറത്ത് വന്നിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാനിതുപോലെ പറഞ്ഞു നീ എനിക്ക് തീരെ വയ്യെങ്കിൽ ഒന്നീ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അത് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ സംസാരിച്ച്, ഒരു 3 മണിക്കൂറോളം സംസാരിച്ച് അങ്ങനെ പിന്നെ അതങ്ങ് സോൾവ് ആയി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അവൾ വിളിച്ച് പറഞ്ഞു ചേച്ചി ഇപ്പം പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ഞാൻ കാണുന്നത് ഈ 2024 നവംബറിലാണ്. അപ്പം അത് പുള്ളിക്കാരി നോട്ടറിയുടെ കാര്യത്തിനായിട്ട് വന്നതാണ്. അപ്പം എന്ത് പ്രൊഫഷണൽ കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും, ഞാൻ ഹസ്ബൻഡിനോട് പറയും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈ വക്കീലന്മാരുമായിട്ടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും, എന്തെങ്കിലും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും, അങ്ങനെയൊക്കെ എല്ലാം സഹായിക്കാറുണ്ട്. അപ്പം ഇവള് 24 എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഞാൻ നവംബർ 24 ഞാൻ അങ്ങോട്ട് വരുന്നു, എനിക്കിതുപോലെ നോട്ടറിയുടെ കാര്യം ശരിയാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയി, അവിടെ എല്ലാം കയറി ഇറങ്ങി നടന്നു. ഇവളുടെ ഒരു വളരെ സ്മാർട്ടാണ് ആൾ. അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു ഈ IAS കാരോടൊക്കെ സംസാരിക്കുന്നതിനൊക്കെ ഇത്രയും ബോൾഡായിട്ട് എന്ത് കഴിവാണെന്ന് ആലോചിക്കുന്നു. ഈ സാമ്പത്തികമായൊക്കെ ഒരുപാട് ഉയർച്ച നിൽക്കുന്ന കുടുംബമാണ്, എന്നിട്ടും ജിസ്മോൾ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അല്ലേ? ജോലിക്ക് വേണ്ടി അങ്ങ് എന്ത് പറയുക, അവൾക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിതം പോകുന്ന തരത്തിലാണ് പെരുമാറ്റം. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അലട്ടിയിരുന്നു, ശരിക്കും അലട്ടിയിരുന്നു. പക്ഷെ എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കിയതാണ് ജോലി അത്യാവശ്യമാണെന്ന്. കാരണം വാട്ടർ അതോറിറ്റിയിൽ അവൾക്ക് ഒരു ലീഗൽ അഡ്വൈസറായിട്ടോ അല്ലെങ്കിൽ SBIയിലോ എവിടെയെങ്കിലും ഒരു ബാങ്കിലോ ഒരു പെർമനൻറ്റ് പൊസിഷൻ കിട്ടണമെന്ന് അത്രയേറെ ആഗ്രഹിച്ചു. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു ഇത്രയൊക്കെ വലിയ വീട്ടിൽ നിന്ന് എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്, അപ്പോൾ അതൊന്നും പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നവംബറിൽ വരുമ്പം ഞങ്ങൾ സെക്രട്ടേറിയറ്റിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് വന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്
ഇയാൾ ജിമ്മി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞ് ഛർദ്ദിച്ച് കിടക്കുകയാണ്, വളരെ അരോഗൻ്റായിട്ടാണ് സംസാരിക്കുന്നത്, പിന്നെ കുഞ്ഞിന് വളരെ സുഖമില്ല, നീ അവിടെ പോയി കിടന്നു എന്നുള്ള രീതിയിൽ. അപ്പം അവൾ പറഞ്ഞു മരുന്ന് നിന്നെടുത്ത് ഇരിപ്പുണ്ടെന്നൊക്കെ പറയാൻ അവൾ ശ്രമിക്കുന്നത്, കേൾക്കുന്നേ ഇല്ല. പക്ഷെ ഒരു അവസാനം ജിമ്മി ചോദിച്ചു മരുന്ന് എവിടെ കൊണ്ട് കളഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇന്നടുത്തൊക്കെ ഇരിപ്പുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചേട്ടനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതെന്താ ഇവന് കുഞ്ഞുങ്ങളുടെ മരുന്നിരിക്കുന്ന പോലും അറിയില്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അവൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം തന്നെ പകുതിയാക്കി. അപ്പോഴും തന്നെ അവൾ 6 മണിക്കുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ 3 മണിയായപ്പോൾ തന്നെ ഇറങ്ങി. ഞാൻ അവളെ കൊണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. അവൾ അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പം ഞാനും തിരിച്ചു പോകുന്ന തിരക്കിലായതുകൊണ്ട് ഞാൻ പിന്നീട് ഇതെല്ലാം ഈ കഴിഞ്ഞ നവംബറിലാണല്ലേ? നവംബർ 27 ലാസ്റ്റ് ഞാൻ കണ്ടത് അന്നാണ്. അപ്പോൾ അന്ന് പറഞ്ഞു എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട് ചേച്ചിയുടെ അടുത്ത്, ആരും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അപ്പം ഞാൻ പറഞ്ഞു എന്ത് വിഷയം ഉണ്ടെങ്കിലും മാനേജ് ചെയ്യാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നീ എന്തിനാ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞ് അതെല്ലാം വോയിസായിട്ടല്ല, ഇതൊന്നും ഇവള് വാട്സപ്പിൽ പറയില്ല, നേരിട്ട് സംസാരിച്ച കാര്യങ്ങളാണ്. ഫോൺ ചെയ്യുന്നത് എന്നാ അവസാനമായിട്ട്? അതിനി നോക്കണം, ഡേറ്റ് കോൾ ഞാൻ നോക്കിയിട്ടില്ല. മെസ്സേജ് വല്ലതും ഈ അടുത്ത് ചെയ്തിരുന്നോ? വിഷുവിൻ്റെ അന്ന് രാവിലെ ഞാൻ അവൾക്ക് ഹാപ്പി വിഷു ഇട്ടു, പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെയാണ് ഞാൻ അന്വേഷിക്കുന്നത് പുള്ളിക്കാരി എവിടെയെന്ന്. അങ്ങനെ വേറെ നമ്പരൊന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ഉച്ചയായപ്പം മനോരമയിലെ ന്യൂസ് കണ്ടു അവളിങ്ങനെ ആറ്റിൽ ചാടിയെന്ന്. അതൊരു തുടക്കം മുതലേ തന്നെ അപ്പോൾ ഭർത്താവിനെ പേടിച്ചുള്ള ഒരു ജീവിതമായിരുന്നു അല്ലേ ജിസ്മോളുടെ? ഭർത്താവിനെ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ മൊത്തം പുള്ളിക്കാരിക്ക് പേടിയായിരുന്നു. അതായത് അവളുടെ സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. എപ്പോഴും ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് നടന്നിരുന്ന കുട്ടി വളരെ ദുഃഖത്തിലായിരുന്നു. അതായത് എന്തിനെയൊക്കെ ഭയപ്പെടുന്ന പോലെയാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ട് ഫോൺ ചെയ്താലും വീട്ടിൽ വെച്ചൊന്നും സംസാരിക്കുകയൊന്നുമില്ല, പിന്നെ വിളിക്കാമെന്ന് പറയും. അപ്പം പിന്നെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇടയ്ക്ക് ഈ നവംബർ 24 കണ്ടതിൻ്റെ അന്ന് എന്നോട് ചോദിച്ചു ഇതുപോലെ 2 മക്കളിൽ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഇളയ ആളിനെയാണ്, അവൾ ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞു. ചേച്ചിക്കും വർണ്ണവിവേചനം ഉണ്ടോ? എല്ലാവർക്കും ഇളയതിനെയാണ് ഇഷ്ടം, മൂത്തതിനെ ആർക്കും താല്പര്യമില്ല, കറുപ്പിൻ്റെ പേരിൽ അവിടെ വലിയ പ്രശ്നമാണ്. ജിസ്മോളുടെ നിറം അവിടെ ഒരു പ്രശ്നമായിരുന്നു അല്ലേ? തന്നെ ആദ്യം തൊട്ടേ അതൊരു വിഷയമായിരുന്നു. പിന്നെ അതുപോലെ സ്ത്രീധനത്തിൻ്റെ കാര്യം, ഈ കല്യാണം വരുമ്പം ഇത്രയും വലിയ ഫാമിലിയിലാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഇത്രയും വലിയ ഫാമിലി പോകുമ്പോൾ ഇത്രയും സ്ത്രീധനം കൊടുക്കണ്ടേ? അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങളുടെ കാസ്റ്റിൽ സ്ത്രീധനമൊന്നുമില്ല, ഞങ്ങൾ 10-20 പവനോ 2-3 ലക്ഷം രൂപ കൊടുത്ത് കെട്ടിക്കാറാണ് പതിവ്, അപ്പോൾ ഇവരൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി അവരുടെ രീതി അങ്ങനെ ആയിരിക്കും, നല്ല ആൾക്കാരാണല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം പറയുന്നു സ്ത്രീധനത്തിൻ്റെ പേര് പ്രശ്നം ഉണ്ടായിരുന്നു, അതൊന്നും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ജിസ്മോളുടെ നിറം, സ്ത്രീധനം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നിലനിന്നിരുന്നു. ഇതിന്റെ എല്ലാം ഒരു പ്രയാസം തന്നെയാണ് ജിസ്മോൾ ഇങ്ങനെ ഒരു കൃത്യത്തിന് മുതിരാനുള്ള കാരണമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.